അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞങ്ങൾ പാലക്കാട്ടേക്ക് ട്രിപ്പ് പോകട്ടോ. ഞാനും മോളും ഇക്കയും കൂടിയാണ്. പുലർച്ചെ ഒരു 5 മണിക്കാട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കസിൻസും ഉണ്ട്, അവരൊക്കെ അവരെ വീട്ടിൽ നിന്നാട്ടോ വരിക. സാധാരണ ഞങ്ങൾക്ക് ജൂലൈ മാസത്തിൽ എല്ലാ വർഷവും ഒരു ട്രിപ്പ് ഉണ്ടാവാറുണ്ട്. ഞങ്ങളെ കസിൻസും എല്ലാവരും ജൂലൈ നിന്നാണ് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് എത്തുക. അപ്പോൾ എല്ലാവരും കൂടി ബസ്സൊക്കെ വിളിച്ചിട്ട് നല്ല ആഘോഷമായിട്ടാണ് പോവുക. അടിപൊളി ട്രിപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ട്രിപ്പ് കഴിയുമ്പോഴേക്കും നമ്മളെ ഒരു വർഷത്തിൽ നമ്മളെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ ടെൻഷനും ആ ട്രിപ്പോട് കൂടി ഒഴുകി പോയിട്ടുണ്ടാകും. ഞങ്ങളുടെ ഫാമിലീൻ്റെ എനർജി എന്ന് പറയുന്നത് തന്നെ ഇതുപോലെയുള്ള ട്രിപ്പുകളാട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും അത്രയും ആൾക്കാരില്ല, ഒരു 4 ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പലർക്കും പല ചുറ്റുപാടായതുകൊണ്ട് ഈ ടൈമിൽ പോരാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ പാലക്കാട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യം പോയത് നമ്മുടെ ഡാമൊക്കെയുള്ള ആ ഭാഗത്തായിരുന്നു. അപ്പോൾ ഇതാട്ടോ എൻ്റെ കസിൻസും എൻ്റെ ആപ്പയും ഫാമിലിയൊക്കെ. ഇവരെന്ന് പറഞ്ഞാൽ ഭയങ്കര വൈബാണ്. എല്ലാവരും ഫാമിലിയിലെ എല്ലാ ആൾക്കാർക്കും ഒരേ വൈബുള്ള ആൾക്കാരാട്ടോ. ഞങ്ങളെ ഫാമിലി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു എനർജിക്കിറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവരും ഒരേ മനസ്സോടെ ചിന്തിക്കുന്നവരാണ്. ഉമ്മമാർ മുതൽ കുട്ടികൾ വരെ ഒരേപോലെ. എന്തോ പഠിച്ചോ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം തന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഉപ്പാൻ്റെ അനിയനുണ്ട്, ആപ്പാന്ന് വിളിക്കും. മൂപ്പരാണ് ഞങ്ങളെ ഈ എനർജി നിലനിർത്താൻ വേണ്ടി കൊണ്ടെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മൂപ്പൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും കേട്ടോ. ഇതുപോലൊരു ട്രിപ്പ് പോകുമ്പോഴും മൂപ്പരെ പറ്റി ആലോചിക്കുമ്പോഴൊക്കെ എനിക്ക് ഒരുപാട് ഹാപ്പി ആയിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് ആരെങ്കിലും മാതൃകയാക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആപ്പൻ്റെ ഫാമിലിനാണ് കേട്ടോ. ആപ്പൻ്റെ ആമാനെയും പോലെ ആവണം എന്നാണ് എൻ്റെ കുട്ടികളും എപ്പോഴും എന്നോട് പറയുക. കാരണം ആര് ചെന്നാലും യാതൊരു എന്താ പറയുക, ഒരു മുഖക്കറുപ്പൊന്നും ഇല്ലാതെ ഏത് സമയത്ത് ചെന്നാലും പുഞ്ചിരിയോടുകൂടി അവരെ സ്വീകരിച്ചെടുത്തി അവർക്ക് ഫുഡ് കൊടുത്ത് അതിലൊരു സന്തോഷം കണ്ട ആൾക്കാരാട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ റീലെടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനും ഇക്കും കുറച്ച് റീലും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഒറ്റയ്ക്കൊന്ന് പോയതായിരുന്നു. അങ്ങനെ ഇക്ക വെയിലായതുകൊണ്ട് തന്നെ കുടയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. പിന്നീട് ഞങ്ങൾ കൊല്ലങ്കോട് പോയി. അവിടെ ഞങ്ങളൊരു കസിനുണ്ട്, അവൻ്റെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ കൊല്ലങ്കോട് ഈ പ്രകൃതി രമണീയമായ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ കുഞ്ഞുങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന് റീലൊക്കെ എടുത്ത് സന്തോഷമായിട്ട് മടങ്ങി. അപ്പോൾ എൻ്റെ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.